നനയ്ക്കണ്ട എന്നുള്ളതാണ് എൻ്റെ അനുഭവം. എൻ്റെ വെള്ളത്തിൻ്റെ ആവശ്യമില്ലാതെ നനച്ചു കൊടുക്കാതിരിക്കുകയാണ് കാഫലം കൂടുതൽ കാണുന്നത്. ബിനു, ഇനി അടുത്ത ബിനുവിന്റെ ചോയ്സ് ഏതാ വേണ്ടതെന്ന് പറഞ്ഞു. ഞാനല്ലേ ആളെ, ഞാൻ അമേരിക്കൻ ബ്യൂട്ടിയെ തന്നെ പിടിക്കും. നമസ്കാരം. എൻ്റെ ചുറ്റുവട്ടത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കള്ളിമുൾ ചെടികളാണ്. ഒരു 10 ഏക്കറിൽ നിരന്ന് പടർന്ന് കിടക്കുന്ന കള്ളിമുൾ ചെടികൾ. ചുമ്മാ കള്ളിമുൾ ചെടി എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ട്സ് ആണ്. ഒരു 7000 തൈകൾ നട്ടിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ഫാമിലാണ് വന്നിരിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് പത്തനംതിട്ടയിലെ JJ ഫാംസിലാണ്. JJ ഫാംസിൽ ജോസഫ് സാറിൻ്റെ കൂടാണ്. ജോസഫ് സാറേ നമസ്കാരം. നമസ്കാരം. ജോസഫ് സാർ നേരത്തെ ഫെഡറൽ ബാങ്കിൽ മാനേജറായിരുന്നു. അത് കഴിഞ്ഞ് റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ കൃഷികൾ തുടങ്ങിയ. ഡ്രാഗൺ ഫ്രൂട്ട്സ് മാത്രമല്ല, കുറച്ച് പച്ചക്കറികളും ഇടയ്ക്ക് കൃഷി ചെയ്തിരുന്നു അല്ലേ? എല്ലാം ഉണ്ട്. ജാതിയുണ്ട്, കൊടിയുണ്ട്, റബ്ബറുണ്ട്, എല്ലാ കൃഷിയുണ്ട്. ഈ 7000 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് പ്ലാൻഡ് ആയിട്ട് ചെയ്താണോ അതോ ഒറ്റയടിക്ക് ചെയ്താണോ ഘട്ടം ഘട്ടമായിട്ട് ചെയ്താണോ? ഘട്ടം ഘട്ടമായിട്ട് ചെയ്തതാണ്. 8 വർഷം കൊണ്ട് ചെയ്തതാണ്. ശരിക്കും ഈ 10 ഏക്കറിൽ 7000 എന്ന് പറയുന്നത് റാഷണൽ ആണോ? അല്ല, 7000 ആദ്യകാലത്തിൽ ഇത് വെച്ചത് ഇത് അടുപ്പിച്ചടുപ്പിച്ച് 7 അടി 8 അടി അകലത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഏക്കറയിൽ ഇവിടെ പാറക്കെട്ടായതുകൊണ്ട് ഈ തരിശ് കൂടുതലായിട്ട് സ്ഥലമുണ്ട് ഇതിനകത്ത്, അളക്കാത്തതുണ്ട്. അത് പുറമ്പോക്കെന്നും പറഞ്ഞിട്ടേക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ. അതുകൊണ്ട് ഈ 7000 നാറ്റല്ല, അല്ലെങ്കിൽ ഒരു 10,000-ലൊക്കെ നിൽക്കേണ്ടതാണ്. പക്ഷേ നമ്മളിവിടെ വരികയാണെന്നുണ്ടല്ലോ, ഡ്രാഗൺ ഫ്രൂട്ട്സ് ഇങ്ങനെ പൂത്തു നിൽക്കുന്ന കാഴ്ചകളാണ്. അതിനകത്ത് കായ്കളുള്ള കാഴ്ചകൾ കാണാം. ചെറിയ മുട്ടുകൾ, പൂവിൻ്റെ മുട്ടുകൾ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ, ഇതൊക്കെ ഇത് പൂവായി വരുന്ന അല്ലേ? അത് പൂവായി വരുന്ന മഞ്ഞ കളർ, ഇത് പൂവായി വരുന്നതാണ്. പൂ വിടർന്ന അപ്പുറത്ത് നിൽപ്പുണ്ട്. ഇതെല്ലാം പൂ വിടുന്ന. പൂ ഇങ്ങനെ ഇടയ്ക്ക് ജോസഫ് സാർ ഒന്ന് വിടർത്തി കാണിച്ചു. വൈകുന്നേരം വരികയാണെങ്കിൽ വിടർന്ന് നിൽക്കുന്ന കാഴ്ചയാണ്. രാവിലെ അല്ലേ? രാത്രി 8 മണിക്ക് 8:30 കഴിഞ്ഞിട്ടേ വിരിയുള്ളൂ. അത് രാവിലെ വന്നാൽ നല്ല ഭംഗിയാണ്. രാവിലെ ഒരു 8:30 ആകുമ്പോഴത്തേനും ചൊക്കുകയും ചെയ്യും. ആണല്ലേ? അപ്പോൾ അങ്ങനെ വരികയാണെന്ന് നമുക്ക് അതെല്ലാം കാഴ്ചകൾ കാണാവുന്നതാണ്. ഈവൻ മുട്ടുകളുണ്ട്, കായകളും നമുക്ക് മെയിനായിട്ട് ഒറ്റ വെറൈറ്റി ഉള്ളൂ അല്ലേ? മെയിനായിട്ട് ഒരെണ്ണേ ഉള്ളൂ. മലേഷ്യൻ റെഡ് എന്ന് പറയുന്നത് പർപ്പിൾ കളർ അകത്ത് വരുന്ന റെഡിഷ് കളർ പുറമെ. ഇത് കൂടാതെ നമുക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ടിൽ എത്ര വെറൈറ്റീസ് ഉണ്ട് ശരിക്കും? 1500ഓളം വെറൈറ്റി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ തന്നെ ഒരു 10-15 വെറൈറ്റി എൻ്റെ ഉണ്ട്. പക്ഷെ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ഇതെല്ലാം കൊമേഴ്സ്യലായിട്ട് ചെയ്യിക്കുന്നത് മലേഷ്യൻ റെഡ് ആണ്. അതെന്താ ഈ ഒരെണ്ണം മാത്രമായിട്ട് ചെയ്യാനുള്ള കാരണം? നല്ല ഈൽഡുള്ള ചെടി അതാ മലേഷ്യൻ റെഡ് നമ്മുടെ അനുഭവത്തിൽ. പിന്നെ ആൾക്കാർ ടേസ്റ്റ് പിടിച്ചതും ഓട്ടം ഉള്ളത്, കച്ചവടം നടക്കുന്നതായിട്ടുള്ളതും ഈ ഒരു ഫ്രൂട്ടാണ് കൂടുതലായിട്ട് ഡിമാൻഡുള്ളത്, മാർക്കറ്റിൽ ഡിമാൻഡുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ പ്രിഫർ ചെയ്യുന്നത്. ഇത് കൂടാതെ ഒരു പ്രാവശ്യം ജോസഫ് സാറ് വേറൊരു പ്ലാന്റ് വെച്ചിരുന്നു. അതിൽ നിന്ന് ഫംഗസിന്റെ ഇമ്പാക്ട് വരികയും ചെയ്തു അല്ലേ? പലേറ എന്ന് പറഞ്ഞ മഞ്ഞയാണ്. അതിന്റെ ആദ്യം അതിനൊരു ഇത് ഫംഗസിന്റെ അസുഖം പിടിച്ചു. ചുറ്റുപാട് നിന്ന് 2-3 ചെടി എൻ്റെ മറ്റുള്ള ചെടിക്കും പിടിച്ചു. അതിലോട്ട് നശിപ്പിച്ച് കളയുകയാണ് ചെയ്ത്. ആ പലേറ എന്നും പറഞ്ഞ ഒരു ചെറിയൊരു സാധനം. ഈ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ച് കഴിഞ്ഞാൽ എത്രാമത്തെ ദിവസം മുതൽ ആൾക്കാർ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കണം ഇത്. ഇതിന്റെ ഈൽഡ് എത്ര നാൾ കൊണ്ട് നമുക്ക് ആവും? പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 മാസം മതി ഇത് കഴിച്ച് തുടങ്ങാനായിട്ട്, പൂ വരാനായിട്ട് 5 മാസം മതി. പക്ഷേ ഇതിനൊരു സീസണുണ്ട്. മെയ് മുതൽ നവംബർ 1 വരെ ഒരു 6 മാസമാണ് ഇതിൻ്റെ ഫ്രൂട്ടിങ് സീസണ്. നമ്മൾ ഈ 6 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അത് തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് 1 വർഷം അങ്ങ് പറയും. 1 വർഷം നട്ടാൽ 1 വർഷത്തിനകം റിസൾട്ട് കിട്ടും. അത് ഫ്ലവർ കിട്ടും, ഫ്രൂട്ട് കിട്ടും. 3 വർഷം കൊണ്ട് ഇത് ഫുൾ സ്വിങ്ങിലുള്ള ഗ്രോത്ത്, ഫുൾ സ്വിങ്ങിൽ ഈൽഡ് തന്നു കിട്ടും. ഇപ്പോൾ ഒരു പ്ലാന്റിൽ നിന്ന് എത്ര കിലോ നമുക്ക് തോട്ടത്തിൽ ആവറേജ് ഒരു 30 കിലോ എനിക്ക് കിട്ടുന്നുണ്ട്. ഒരു മൂട്ടിൽ നിന്ന് 4 പ്ലാന്റ് ആണ്. 4 സൈഡിൽ നിന്ന് കയറ്റി വിട്ടേക്ക് പില്ലറയിൽ. പ്രോപ്പർ ഫാമിംഗ് ആണെന്നുണ്ടെങ്കിലേ 1 ഏക്കറിൽ എത്ര പ്ലാന്റ് വെക്കാം? പ്രോപ്പർ ഫാമിംഗ് അപ്രോക്സിമേറ്റ് ഉദ്ദേശം ഒരു 400 അറൗണ്ട് 400 പ്ലാന്റ് വരെയും കയറ്റാം. ഒരു 10 അടി അകലത്തിൽ കിട്ടണം. ഇത് തമ്മിൽ റൗണ്ടായിട്ട് നിൽക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 10 അടി മിനിമം. അതിൽ കൂടുതൽ നല്ലത്. ഇതിന് എത്രയും വിരിഞ്ഞ് നിൽക്കുന്നതാണ് അനുഭവത്തിൽ കാഫലം കൂടുതലായിട്ട് കാണുന്നത്. കാറ്റും വെളിച്ചും ഉള്ളിൽ കയറത്തക്കവണ്ണം കുറെ അകന്ന് നിൽക്കുന്നതാണ് നല്ലത്. ഇതിന് ഏറ്റവും നല്ല അകന്ന് നിൽക്കുന്നത്, ഉയർന്ന് നിൽക്കുന്നത്. നമ്മൾ ഒത്തിരി ഉയരത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രൂട്ടിങ്
നമുക്ക് തറയിൽ നിന്നുകൊണ്ട് എടുക്കാൻ പറ്റാതെ വരും. ലാഡർ വേണ്ടി വരും. നമ്മൾ പ്രായോഗിക ബുദ്ധിമുട്ട് നോക്കിയിട്ടാ ഞങ്ങൾ ഈ തറയിൽ നിന്ന് 5 അടി അകലത്തിൽ 5 അടി ഹൈറ്റിൽ ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ കൊമേഴ്ഷ്യലി ചെയ്യാനുള്ള രീതിയിൽ തന്നെ പ്ലാൻ ചെയ്ത് ജോസഫ് സാറ് പതുക്കെ ചെയ്തതാണ് കേട്ടോ. ഈ സാറ് ഇങ്ങനെ പക്ക ഒരു കർഷകനാണ്. ഈ പുള്ളിക്കാരൻ ഇതിന്റെ ഇടയ്ക്ക് തൂമ്പായിട്ട് കിളക്കാനായിട്ട് വരും. അതുപോലെ തന്നെ പുള്ളിക്കാരൻ അവിടെ താഴെ ഇവർക്ക് ഒരു ഗോഡൗൺ ഉണ്ട്. ഗോഡൗണിൽ മറ്റ് ജോലിക്കാരുണ്ട്. ജോലിക്കാരോടെ ഇത് ഇതിന്റെ ഞണ്ട് ഓടിക്കാനും അവർ ബ്രഷ് വെച്ച് എന്തോ അടിക്കുന്നതാണ്. ആൾക്കാർ തെറ്റിദ്ധരിക്കും ഇത് പോളിഷ് ചെയ്യുന്നതാണ്. പോളിഷ് ചെയ്യുന്നതല്ല, അതിനകത്ത് എന്തെങ്കിലും പൊടി വെച്ച് ക്ലീനിങ് ആണ് കേട്ടോ. അങ്ങനെ അതുപോലെ തന്നെ ഈ പൂ ഇങ്ങനെ ഈ പൂവിന്റെ ബാക്ക് ഭാഗത്ത് തന്നെയാണ് ഈ കാ ഉണ്ടാകുന്നത് അല്ലേ. അപ്പൊ പൂ ഉണങ്ങിയതൊക്കെ ഇതിന്റെ അറ്റത്ത് കാണും. നമ്മുടെ പേരക്കായുടെ ഒക്കെ അറ്റത്ത് പൂ ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്നില്ല, അത് അവർ ചെത്തി കളഞ്ഞിട്ടൊക്കെ വൃത്തിയായിട്ട് പാക്ക് ചെയ്ത് പോകുന്നത്. ഇതിന്റെ മാർക്കറ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഇത് കാണുക? ഞാൻ ഹോൾസെയിൽ ഡീലേഴ്സിന് വിറ്റ് മാറുക ചെയ്യുന്നത്. നമുക്ക് റീറ്റെയിൽ കച്ചവടം നടക്കുകയില്ല, പ്രായോഗികമായിട്ട് നടക്കുകയില്ല. ഒരു ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ട്. പിന്നെ ഇപ്പം ഗൾഫിലേക്ക് എക്സ്പോർട്ടുണ്ട്. ഒരു എക്സ്പോർട്ടറെ പാക്ക് ചെയ്ത് ഏൽപ്പിക്കുക, പാക്കറ്റായിട്ട് ഏൽപ്പിക്കുക ചെയ്യുന്നത്. അവന് നേരെ കൊണ്ടുപോയി കൊണ്ടുപോയിക്കോളും. അങ്ങ് കൊണ്ടുപോയിക്കോളും. ആഴ്ചയിൽ ഒരു തവണ വെച്ച് ഓരോ ടണ്ണ് കൊണ്ടുപോകും. കിലോയ്ക്ക് ഇത്ര രൂപയാണോ എന്ന് ചോദിക്കുന്നത് കറക്റ്റ് അല്ല. കാരണം എന്താ വെച്ചാൽ പല റേറ്റ്സ് ആണ്, ഓരോ ദിവസവും റേറ്റുകൾ മാറിക്കൊണ്ട്. എന്നാലും ഒരു ആവറേജ് നമുക്ക് ഏകദേശം അറൗണ്ട് 120 ഈ വർഷം നമുക്ക് കിട്ടുമോ, കർഷകന് കിട്ടുമോ? 120 ആവറേജ് 120 റുപ്പീസ് ഇപ്പം കിട്ടുന്നുണ്ട്. ഇത് കൂടാതെ കുറച്ച് റംബുട്ടാനും ഉണ്ട്, മംഗോസ്റ്റിനില്ല, റംബുട്ടാനുണ്ട് അല്ലേ. ഇത് ശരിക്കും പറഞ്ഞാൽ പാറക്കെട്ട് തന്നെയാണ് കേട്ടോ. തട്ടായിട്ട് ജോസഫ് സാറ് തിരിച്ച പാറക്കെട്ടുകളാണ്. അത് നല്ല വൃത്തിയായിട്ട് ഇദ്ദേഹം ചെയ്ത് തിരിച്ച് തട്ടായിട്ട് ആക്കിയിട്ടുണ്ട്. അതിനകത്താണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാം കൂടെ കൃഷി ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഡ്രാഗൺ ഫ്രൂട്ടിന് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടോ? നനയ്ക്കണ്ട എന്നുള്ളതാണ് എൻ്റെ അനുഭവം. എൻ്റെ വെള്ളത്തിൻ്റെ ആവശ്യമില്ലാതെ നനച്ചു കൊടുക്കാതിരിക്കുകയാണ് കാഫലം കൂടുതൽ കാണുന്നത്. ഈ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത് കാക്ടസ് കാറ്റഗറിയിൽ പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം വെള്ളത്തിൻ്റെ ആവശ്യം വരത്തില്ല. മരുഭൂമിയിൽ വളരുന്നതാണല്ലോ. ഇതിൻ്റെ ഈ തണ്ട് ജോസഫ് സാർ എന്നെ കാണിച്ചിരുന്നു. ശരിക്കുള്ള ഈ ഇതിൻ്റെ സ്റ്റെം എന്ന് പറയുന്നത് ഇതിനകത്തൂടെ ഒരു ചെറിയൊരു സ്റ്റെമ്മേ ഉള്ളൂ. അതിന് ചുറ്റുവട്ടത്ത് മുഴുവൻ ഫ്ലഷ് ആണ് അല്ലേ. ആ ഫ്ലഷ് നിറച്ച് വെള്ളമാണ്. അത് ഈ വെള്ളം അബ്സോർവ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിൽ നിന്നാണോ? കൂടുതലായിട്ട് പറയാൻ പറ്റും. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് വെള്ളം ആയിരിക്കണം എന്തായാലും. അത് ആ ഫ്ലഷ് നിറച്ചും വെള്ളമായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ആ തണ്ടുണ്ടെങ്കിൽ ഇത് ജീവിക്കും. ഫ്ലഷിനകത്ത് അല്ല, ഫ്ലഷ് പ്രാധാന്യമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എല്ലാ അവയവവും മനുഷ്യർക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിനും കാണുമായിരിക്കും. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഡ്രിപ്പ് ഇറിഗേഷനായിട്ട് അല്ല ഇറിഗേഷനായിട്ട് വാട്ടർ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നേരത്തെ ഏതോ ഒരു വീഡിയോയിൽ ജോസഫ് സാർ ഇങ്ങനെ പറഞ്ഞു ഇതിന് വെള്ളം വേണ്ട, ഞാൻ വെള്ളം കൊടുക്കാറില്ല എന്ന് പറഞ്ഞപ്പോഴത്തേന് ആൾക്കാർ പറഞ്ഞു താൻ എന്ത് തള്ളാടോ, താൻ എന്നിട്ടാണോ ഇതിനകത്തൂടെ കൊണ്ട് ഡ്രിപ്പ് ഇറിഗേഷനായിട്ട് പൈപ്പ് ഇട്ടിരിക്കുന്നത്, താൻ ഈ പറയുന്നതിനകത്ത് വിശ്വസിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അത് പച്ചക്കറികൾക്ക് വേണ്ടി നേരത്തെ ചെയ്തതാണ്. നേരത്തെ പച്ചക്കറി ചെയ്തായിരുന്നു ഇടയ്ക്ക്. അപ്പൊ അന്നേരം അതിനുവേണ്ടി ചെയ്താണ്. അതിപ്പോ പച്ചക്കറി എല്ലാം മാറ്റി, പക്ഷെ പൈപ്പ് എടുത്ത് കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതേപോലെ നമ്മൾ ഇവിടുന്ന് എത്ര ദിവസം കൂടുമ്പോഴാണ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നത്? ഒരു കണക്ക്, ഒരു കൃത്യ കണക്കില്ല. ആണ്ടിൽ ഒരു 10 തവണ കുറയാത്ത ഹാർവെസ്റ്റിംഗ് ഉണ്ടാവും. 10 തവണ മുതൽ മുകളിലോട്ട്. ഈ വർഷം ഇങ്ങനെ തുടർച്ചയായിട്ട് മഴയുള്ളത് കൊണ്ട് ദിവസവും ഇങ്ങനെ കുറച്ചായിട്ട് ഉണ്ടാവുക. മറ്റേത് തോട്ടം ഒരു ദിവസമായിരിക്കും പൂക്കുന്നത്. ഒറ്റ ദിവസം പൂക്കുക, ഒറ്റ ദിവസം ഹാർവെസ്റ്റിങ്. അങ്ങനെയാണ് വരുന്നത്. അങ്ങനെ അത്തരത്തിലൊരു 10 എണ്ണം കിട്ടേണ്ടത്. പക്ഷെ ഈ വർഷം ഇങ്ങനെ എന്നും മഴയുള്ളതുകൊണ്ട് ദിവസവും കുറച്ച് പൂക്കൾ വരിക, കുറച്ച് കാ പറിക്കുക, അങ്ങനെയാണ് വരുന്നത്. നമുക്ക് അഡ്വാൻറ്റേജസ് അല്ല, നമുക്ക് ലേബർ ഒന്നിച്ച് പറിക്കുക എന്നല്ല, അല്ല ഈ തോട്ടത്തിലെല്ലാം നടന്ന് തപ്പണ്ടി എല്ലാ ചെടിയിലും നട്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇതിനകത്ത് കയറി നടക്കുകയാണെന്നുണ്ടെങ്കിലോ ഇഷ്ടംപോലെ കല്ലുമുള്ളി ചെടി ഇങ്ങനെ കാണാൻ നല്ല രസമാണ്. മേളിൽ നിന്ന് ഒരു പവലിയൻ പോലെ ഒരു സംഭവമൊക്കെ സാർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വാച്ച് ടവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മേളിൽ നിന്നൊക്കെ കാണുമ്പോഴത്തേനും നല്ല വ്യൂ ആണ്. മൊത്തത്തിൽ കുന്നുകളാണ് ചുറ്റുവട്ടത്ത്, നല്ല പച്ചപ്പാണ്. കോട രാവിലെ വരും അല്ലേ? രാവിലെ കോട അടിച്ച് കയറി വരും. അതൊക്കെ കാണാനായിട്ട് ഒരു രസം തന്നെയാണ്. അതുപോലെ ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇനിയിപ്പം ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് ഫ്രൂട്ടായിട്ട് നമുക്ക് ചുമ്മാ കട്ട് ചെയ്ത് വേണമെങ്കിൽ കഴിക്കാൻ, സാലഡ്സിനകത്ത് ഒത്തിരി പേര് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ജ്യൂസ് അടിച്ച് കുടിക്കുന്നുണ്ട്, ഷെയ്ക്സ് ആയിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ ഇവർ ജാം ഉണ്ടാക്കുന്നുണ്ട്. അത് നമുക്ക് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് സെയിൽ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരുമ്പോഴാണ് ജാമിലേക്ക് വരുന്നത്. അല്ല, ഇതിനകത്ത് കുറെ സ്ക്രാപ്പുകൾ വരും. ഇതിൽ ഡാമേജ് ഉള്ളത്, വെയിറ്റ് കുറവുള്ളത്, സെയിൽസിന് പോകാത്തത്, ലോക്കൽ സെയിൽസിന് പോകാത്ത സാധനം, അതൊക്കെ നമുക്ക് ജാമാക്കാം. ഫ്ലഷിന് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. ഫ്ലഷേ നമുക്ക് ഉപയോഗിക്കാം. ഇത്
പോകാതിരിക്കുന്ന സമയത്താണെങ്കിലും സാറിന് ഒരു ചില്ലറുണ്ട് കേട്ടോ. ചില്ലറിനകത്ത് സാധനം ഇതെടുത്ത് വെച്ചാൽ മതി, സാധനം അവിടെ ഇരുന്നോളും. കൂടുതലും വേനൽക്കാലത്താണ് ഇതിന്റെ കച്ചവടം കൂടുതൽ വരുന്നത് അല്ലേ? കൂടുതൽ മഴക്കാലത്ത് കൺസപ്ഷൻ ആണെങ്കിലും മഴക്കാലത്ത് ഫ്രൂട്ടിന് സമയം മറ്റുള്ള ഫ്രൂട്ടുകളൊന്നും ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ അല്ല അതുകൊണ്ട് ആ സമയത്താണ് ഡിമാൻഡ് ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ സാറിന് ഇതിന്റെ ഏത് പ്രോഡക്റ്റ് ആണ്? ജ്യൂസായിട്ട് കുടിക്കുന്നതാണോ അതോ എങ്ങനെയാണ്? ഞാൻ സാധാരണ അങ്ങനെ തന്നെയാണ് കഴിക്കുക. ഡയറക്റ്റ് ഇത് നമുക്ക് ഇത് വന്നു കഴിഞ്ഞിട്ട് ഇതിൽ ഇന്നിപ്പം വിശപ്പ് കാണുന്നുണ്ടെങ്കിൽ ഒരെണ്ണം പറിക്കുക, ഇത് പൊളിക്കുക, അവിടെ നിന്ന് തന്നെ കഴിക്കുക. അതെ അതെ. ഇതിനകത്ത് നമ്മൾ പെസ്റ്റിസൈഡ്സോ അങ്ങനെ ഇതുവരെ ഒന്നും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. അതുപോലെ തന്നെ കിളികൾ, ഞാൻ മുമ്പേ ഇവിടുന്ന് പറഞ്ഞ ഒരു പഴത്തിൽ കിളി ഇങ്ങനെ കൊത്തി തിന്നിട്ട് കിടക്കുന്ന കണ്ടായിരുന്നു. കിളിയുടെ ശല്യം ഉണ്ടോ? ചെറുതായിട്ട് ഒരു കിളിയുടെ ശല്യമുണ്ട്. നമ്മൾ ഒരു ടൺ എടുക്കുമ്പോൾ ഒരു ബോക്സ് ഒരു 15 കിലോ ഡാമേജ് വരും കിളികൾക്ക്. അത് പിന്നെ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല, അതങ്ങനെ മാറ്റി വെച്ചിരിക്കുക. അവർക്ക് കൊടുത്തേക്ക്, അവർക്കും കഴിക്കണം. അതെ അതെ. അപ്പോൾ ഇതൊക്കെയാണ് ജോസഫ് സാറിൻ്റെ ജെ ഫാംസിൻ്റെ വിശേഷങ്ങൾ. നമുക്ക് ഇനി അവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് ഒന്ന് പോകാം. അവർ ശരിക്കും പറഞ്ഞാൽ വെൽ ഓർഗനൈസ്ഡ് ആണ്. നമ്മൾ വിചാരിക്കും ഫാമിൽ നിന്ന് പറിച്ചത് ചുമ്മാ അങ്ങോട്ട് കൂട്ടിയിട്ട് അങ്ങോട്ട് കൊടുക്കാമെന്ന്. പക്ഷേ ഇതിൻ്റെ പ്രോസസ്സ് എല്ലാം കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട് അവിടെ തന്നെ. പ്രൊഡക്ഷൻ യൂണിറ്റ് എന്ന് ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ അല്ല, ശരിക്കും പറഞ്ഞാൽ പാക്കേജിങ് യൂണിറ്റ് ആണുള്ളത്. അപ്പോൾ ആ പാക്കേജിങ് എല്ലാം ഏകദേശം എത്ര സ്റ്റാഫ് ഉണ്ടാവും? 12 പേരുണ്ട് എനിക്ക് സ്ഥിരമായിട്ട് 12 പേരുണ്ട്. പിന്നെ ഇത് പറിക്കാനായിട്ടൊക്കെ എല്ലാവരും കാര്യങ്ങളും അവരാ ചെയ്യുന്നത്. വളം ഇടേണ്ട കാര്യം? വളമുണ്ട്, ജൈവവളം കൊടുക്കുന്നത്. ജൈവവളം കൊടുത്താൽ മതി. കോഴിവളം കമ്പോസ്റ്റ് ആക്കിയിട്ട് അത് കൊടുക്കും. ഈ കളകൾ ഇടയ്ക്ക് വെട്ടുക. ഗ്രാസ് കട്ടറുണ്ട്. ഇപ്പം 2-3 ആഴ്ചയായിട്ട് മഴയായതുകൊണ്ട് 3 ആഴ്ചയായിട്ട് ഇതിൻ്റെ പണി നടക്കുകയില്ല. ഇപ്പം അത്യാവശ്യമുള്ള കാപ്പറിച്ച് മാറുക കഴിഞ്ഞ് ബാക്കി ക്ലീനിങ് ഒന്നും നടക്കുന്നില്ല, മഴ. അപ്പം നിങ്ങൾക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സ് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജാമിൻ്റെ കാര്യങ്ങളൊക്കെ ആസ്വദിക്കണം. ഇനിയിപ്പോൾ സിറപ്പും സാറ് പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറച്ച് പ്രോസസ്സായിട്ടാണ്. ഇദ്ദേഹം എന്ന് പറയുന്ന ഒരു നിഘണ്ടു തന്നെയാണ് ഇവിടെ. കാരണം ഇതിനെക്കുറിച്ച് ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ച് അറിയാവുന്ന മറ്റ് വ്യക്തികൾ വളരെ കുറവായിരിക്കും അല്ലേ? ഇത്രയും എക്സ്പീരിയൻസ് ഇത്രയും. അപ്പം ഇദ്ദേഹത്തിനോട് തന്നെയാണ് പലരും വന്ന് ചോദിക്കുന്നത്. ഈവൻ കൃഷിഭവനിൽ നിന്നാണെങ്കിലും ഒത്തിരി പേര് പഠിക്കാനായിട്ടൊക്കെ ഇവിടെ ഒത്തിരി പേര് വരാറുണ്ട്. അപ്പം നിങ്ങൾക്കാണെങ്കിലും എന്തെങ്കിലും സംശയമുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട്സിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് സമയമുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ സംസാരിക്കുന്നതാണ്, സമയം ചെലവഴിക്കുന്നതാണ് നമ്മുടെ കൂടെ. പക്ഷേ നല്ല ജാമ്, നല്ല സിറപ്പ്, അതുപോലെ തന്നെ നല്ല ഫ്രൂട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. കൊറിയർ അയക്കുമോ? കൊറിയറായിട്ട് വേണമെങ്കിലും അയച്ചു. നമ്മളെ ഇന്നലെ വന്ന് ഇതെല്ലാം കണ്ടിട്ട് പോയി. പക്ഷേ അന്നേരം ഹാർവെസ്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഹാർവെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും വന്നു. ഇവർ ഹാർവെസ്റ്റിന് കുറേ പേര് ഇതിനകത്തുണ്ട്. ഇവർ ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കൂടെ തന്നെ ഞാനും ഒരെണ്ണം 1-2 എണ്ണം കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഇതാ, അടുത്ത ഒരെണ്ണം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, നമ്മൾ ഡാമേജ് ആക്കാൻ സാധ്യതയുണ്ട്. കാരണം എനിക്ക് പരിചയമൊന്നുമില്ല. ഒറ്റ വെറൈറ്റിയാണ് ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, മലേഷ്യൻ റെഡ് എന്ന് പറയുന്നത്. നമ്മളിവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും പറിക്കാവുന്നതല്ലേ? ഇത് രണ്ടും പറിക്കാവുന്ന. ഇപ്പോൾ ഈ തണ്ടിനോട് ചേർന്നാണ് കട്ട് ചെയ്യേണ്ടേ? ഇപ്പം തണ്ടിന് കേട് വരത്തില്ല അല്ലേ? കിട്ടത്തില്ല. അപ്പോൾ ആദ്യം ഇതെടുക്കാമെന്ന. അവിടുന്ന് ഇത് തന്നെ. ഇതും കറക്റ്റ് അല്ലേ? തണ്ടിങ്ങനെ മുറിഞ്ഞു പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല അല്ലേ? കുഴപ്പമില്ല. വേറൊരെണ്ണം കൂടെ ഉണ്ട് ഇവിടെ തന്നെ. ഇതോ റെഡിയാണ്, പറിക്കാവുന്നതാണ്. ഇതിൻ്റെ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു സീസണൊന്നുമില്ല, പ്രത്യേകിച്ച് ഒരു ഡേറ്റ് ഇത്ര ദിവസത്തിനുള്ളിൽ ഹാർവെസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. അത് എങ്ങനെയാണോ വരുന്നത് അതനുസരിച്ച് അങ്ങ് ഹാർവെസ്റ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് ജോസഫ് സാറുമായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ. ജോസഫ് സാർ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. ഇന്ന് ഏതായാലും ഡ്രാഗൺ ഫ്രൂട്ട് പുള്ളിയുടെ വീട് അടുത്താണ്, ബിനുവിൻ്റെ വീട് അടുത്തായതുകൊണ്ട് ബിനു നമ്മുടെ കൂടെ ഉണ്ട്. ഇവിടുന്ന് ഒരു ഏരിയൽ വ്യൂ നോക്കുകയാണെന്നുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. താഴെ പമ്പയുടെ നദിയുടെ ഒരു ശാഖ ഇങ്ങനെ പോകുന്നത് കാണാം. അതുപോലെ മലകളൊക്കെ നല്ല രസമായിട്ടാണ്. ഇത് തട്ടായിട്ടാണ് ഇങ്ങനെ റെഡിയാക്കിയിരിക്കുന്നത്. പാറയാണ് ശരിക്കും പറഞ്ഞാൽ, അധികം മണ്ണില്ല, ചെറുതായിട്ട് മണ്ണുണ്ട്. അതിൻ്റെ പുറത്ത് കുറച്ച് മണ്ണ് മതി ഇത് കൾട്ടിവേറ്റ് ചെയ്യാനെന്നാണ് പറഞ്ഞത്. അപ്പം നല്ല നിരനിരയായിട്ട് ഇത് കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഈ പൈപ്പ് പോകുന്നതാണ്. ഇതിനുള്ള വെള്ളം ഒഴിക്കാനുള്ളതല്ല കേട്ടോ. നേരത്തെ ജോസഫ് സാറ് പച്ചക്കറി വെച്ചിരുന്നു, അതിന് വേണ്ടിയിട്ടുള്ള അത് മാറ്റിയില്ല എന്നുള്ളേ ഉള്ളൂ. ഇതിന് വെള്ളത്തിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ
ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇതെന്താ ഈ ചാക്ക് ഇട്ടിരിക്കുന്നതിൻ്റെ അടിയിൽ? ഓ, കള കയറാതിരിക്കാനായിട്ട് ചാക്ക് ഇട്ടിരിക്കുക. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ മഴവെള്ളം കൂടാതിരിക്കാനായിട്ട്. അല്ല, കള കയറാതിരിക്കാനായിട്ട് ചാക്ക് ഇട്ടിരിക്കുക. നമ്മൾ ഹാർവെസ്റ്റിന് വേണ്ടി മാത്രമായിട്ട് വന്നല്ല, ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പൂ തുലഞ്ഞ് നിൽക്കുന്നത് ശരിക്കും രാത്രിയിലാണ്, നിശാഗന്ധിയൊക്കെ പോലെ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ വന്നപ്പോഴത്തേന് താമസിച്ചു പോയി. ഒരു 7 കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോഴത്തേന് ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് കാണാമെന്ന് പറഞ്ഞു. എന്നാലും ഇതിൻ്റെ മൊത്തത്തിലുള്ള ആ ഏരിയൽ വ്യൂ കാണാനായിട്ട് നല്ല രസമായിരുന്നു. അതുപോലെ തന്നെ ഹാർവെസ്റ്റ് കാണാൻ പറ്റി. ഇനിയിപ്പോൾ ഗോഡൗണിൽ പോയിട്ട് 2 ഡ്രാഗൺ ഫ്രൂട്ട് എങ്കിലും കഴിക്കണമല്ലോ, അതൊന്ന് നോക്കാം. വാ. അങ്ങനെ നമ്മൾ ഫാമിൻ്റെ മേളിൽ കൂടെ ഒക്കെ നടന്ന് ഫാമിങ്ങിൻ്റെ, അതായത് ഹാർവെസ്റ്റിങ്ങിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് പഴങ്ങൾ ഞങ്ങളും ഹാർവെസ്റ്റ് ചെയ്തിട്ട് ജോസഫ് സാറിൻ്റെ കൂടെ തിരിച്ച് വന്നു. നമുക്ക് ജീപ്പിൽ വേണം പോകാൻ കേട്ടോ, മേളിലോട്ട് ജീപ്പിന് പോകണം. തിരിച്ച് വരുന്നത് ജീപ്പിൽ തന്നെയാണ്. അതിനകത്തൂടെ ആണെങ്കിലും ജീപ്പിന് കുറച്ച് വഴികളൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ, നേരത്തെ തന്നെ. അത് ഹാർവെസ്റ്റിനുള്ള എളുപ്പം ഫെർട്ടിലൈസേഷനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മൾ തിരിച്ചു വന്നു. ഇന്നലെ ഇവിടെ ശരിക്കും ഞങ്ങൾ വന്ന സമയം താമസിച്ചായിരുന്നു. ആ സമയത്ത് പാക്കിങ്ങിൻ്റെ തിരക്കായിരുന്നു. എല്ലാവരും ഇരുന്ന് പാക്ക് ചെയ്യുന്നു, നല്ല വൃത്തിയായിട്ട് പാക്കറ്റിനകത്താക്കി വെക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പം ഇവിടെ മാക്സിമം ആയിട്ടൊരു മജോറിറ്റി പ്ലാന്റ്സും ഈ ഒരു പ്ലാന്റാണ് അല്ലേ, മലേഷ്യൻ റെഡ് എന്ന് പറയുന്ന പ്ലാന്റാണ്. അതുകൂടാതെ കുറച്ച് വെറൈറ്റികളുടെ സാറ് ചെയ്യുന്നുണ്ട്. അത് സാറിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അതിൽ 1-2 വെറൈറ്റിയും കൂടെ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇതിൻ്റെ പേരുകൾ എനിക്കറിയത്തില്ല. ഇത് ഇസ്രായേലിയൻ യെല്ലോ ആണെന്ന് സാറ് പറഞ്ഞത് ഓർക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഇത് വൈറ്റ് ആണ് അല്ലേ, വൈറ്റ് ആണ്. അമേരിക്കൻ ബ്യൂട്ടി. ബിനു പറയുന്നതെന്ന് വെച്ചാൽ അമേരിക്കയിലെ ശരിക്കുള്ള ബ്യൂട്ടി ആണോ ഈ അമേരിക്കൻ ബ്യൂട്ടി ആണോ നല്ലതെന്ന് ബിനു കഴിച്ചിട്ട് പറയാമെന്ന്. ഒറിജിന. ഇതോ? ഇത് നമ്മുടെ മലേഷ്യൻ റെഡ് തന്നെ. മലേഷ്യൻ റെഡ് തന്നെ 5-6 വെറൈറ്റി ഇപ്പം കാണിക്കാറുണ്ട് ഫ്രൂട്ട്. ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ 1500ഓളം വെറൈറ്റികൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതിനകത്ത് എല്ലാം നമ്മുടെ കേരളത്തിൽ മാക്സിമം ഒരു 10-20 കാണുമായിരിക്കും കേരളത്തിൽ തന്നെ അല്ലേ? കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കൊമേഴ്ഷ്യലി പോകാൻ പറ്റുന്ന എല്ലാ ഐറ്റംസും ഉണ്ടാവില്ല. സാറ് പറയുന്നത്, സാറിൻ്റെ അഭിപ്രായത്തിൽ ഒരു വെറൈറ്റിയിൽ പിടിച്ച് കൾട്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലേ? അതെന്താ അങ്ങനെ പറയാം? ഇത് ക്രോസ് പോളിനേഷൻ ഉണ്ടാവും, രോഗങ്ങൾ വരാൻ സാധ്യതകൾ കൂടുതലായി ഇത് പലത് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേന്. പിന്നെ ക്രോസ് പോളിനേഷൻ നടക്കും ഫ്രൂട്ട്. ഇപ്പോൾ അത് അതിന്റെ നിശാശലഭങ്ങളൊക്കെ അല്ലേ പോളിനേഷൻ നടക്കും. അപ്പോൾ അത്തരത്തിൽ അതങ്ങനെ ഉണ്ടാവും. പിന്നെ ഈ ഒരെണ്ണത്തിന് രോഗം പിടിച്ചു കഴിഞ്ഞാൽ സ്പ്രെഡ് ചെയ്യും, എല്ലാം സ്പ്രെഡ് ചെയ്യും. നമ്മൾ തോട്ടമൊക്കെ ഇത്രയും ചെയ്തിട്ടേക്കുന്നില്ല, ഏതെങ്കിലും ഒരെണ്ണത്തിന് പിടിച്ചു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിച്ചാൽ ഇപ്പം നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം മുതൽ ഫംഗസ് ഉണ്ടായി നന്നായിട്ട് തോട്ടങ്ങൾ അടിച്ചു പോയതുണ്ട്. ഞങ്ങളൊക്കെ അതുപോലെ ശ്രദ്ധിച്ചിട്ടാണ് അതുപോലെ നിൽക്കുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ട് പറഞ്ഞു ഇതിനൊരു ടേസ്റ്റും ഇല്ല, അത് കഴിക്കാനായിട്ട് ഒരു വർക്കത്തിനും കൊള്ളില്ല, ഒരു ഗുണവും ഇല്ലാത്ത പഴമാണ്. പക്ഷേ അത് തെറ്റായ ഒരു ധാരണയാണ്. ഡ്രാഗൺ ഫ്രൂട്ട് ടേസ്റ്റ് അത് ഇൻഡിവിജ്വലാണ്. ഇപ്പം എനിക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് ആയിരിക്കണമെന്നില്ല, ചിലപ്പോൾ സാറിന് ഇഷ്ടപ്പെടുന്നത്. അത് ഇൻഡിവിജ്വൽ പ്രിഫറൻസസ് ആണ്. പക്ഷേ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വൈറ്റമിൻ സി അബൻഡൻ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ന്യൂട്രീഷണൽ വാല്യൂ ഭയങ്കരമായിട്ടാണ്. വൈറ്റമിൻ സി മാത്രമല്ല, അയൺ ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ ഹാർട്ടിനാണെങ്കിലും ബ്ലഡ് ഷുഗർ മാനേജ് ചെയ്യാനാണെങ്കിലും കൊളസ്ട്രോൾ മാനേജ് ചെയ്യാൻ അല്ലേ, ഇതിനെല്ലാം നല്ലതാണ്. സാറിൻ്റെ തന്നെ അഭിപ്രായത്തിൽ ഇവിടെ അയൽവക്കത്തുള്ള 1-2 പേര് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്ത് ഇത് കഴിച്ചിട്ട് തന്നെയാണ്. കീമ ചെയ്യുന്നവർക്ക് ബ്ലഡ് കൗണ്ട് ഉണ്ടാക്കാൻ നല്ലതാണ്. ആർക്കും ബ്ലഡ് കൗണ്ട് പെട്ടെന്ന് കയറും. അതുപോലെ തന്നെ കാലിൻ്റെ ഉപ്പുറ്റിയിൽ വേദന ഉണ്ടായിരുന്ന ഒരു കുട്ടി ഇത് സ്ഥിരം കഴിച്ചിട്ട് ഇപ്പം ഓക്കെ ആണെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. ഞാൻ ഇതിനെ അഡ്വക്കേറ്റ് ചെയ്യുന്നതല്ല, എക്സ്പെർട്ടിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും ചോദിച്ച് നോക്കിയാൽ മതി. ഞാനിതിപ്പം ഇത് വായിച്ചറിഞ്ഞതും അതുപോലെ സാറ് പറഞ്ഞതായിട്ടുള്ള അറിവ് വെച്ച് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഇതൊന്ന് മുറിച്ച് നോക്കിയാലോ സാറേ? നമ്മുടേത് ആദ്യം മുറിക്കാം. നമ്മുടെ മെയിൻ വെറൈറ്റി, അതായത് മലേഷ്യൻ റെഡ് അല്ലേ? മലേഷ്യൻ റെഡ് അകത്തൊരു പർപ്പിൾ കളറാണോ വരുന്നത്? എക്സാക്ട്ലി, അകത്തൊരു പർപ്പിൾ കളർ. ഇത് സ്കിന്നിന് നല്ലതാണ് അല്ലേ? സ്കിന്നിന് നമുക്ക് എന്തെങ്കിലും സ്കിൻ ഡിസീസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊലി ഇങ്ങനെ തൂത്താൽ മതി എന്നാണ് പറയുന്നത്. ഇത് വേണം. പിന്നെ ഇത് കഴിക്കാനാണെങ്കിലും വളരെ എളുപ്പമാണ്. നമ്മുടെ പഴം ഇതിൻ്റെ തൊലി കളയുന്ന പോലെ കളഞ്ഞിട്ട് ഞാൻ കഴിച്ചാൽ മതി. ഇതിന് ടേസ്റ്റില്ലെന്ന് പറയുന്ന ആള് ശരിക്കും അങ്ങനെ ഞാൻ പറയത്തില്ല. ഞാൻ ബിനുവിനെ കൊണ്ട് പറയിച്ചത്. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ, ശരിക്കും നല്ല ടേസ്റ്റ് ആണ്. ലൈറ്റ് ആയിട്ട് ഒരു പുളിയുണ്ട്, ആവശ്യത്തിന് മധുരം. ആ ലൈറ്റ് പുളി ഒരു സുഖമാണ് കഴിക്കാനായിട്ട്. ഓരോരുത്തർക്ക് ഓരോ രീതിയിൽ. അതെ,
ആ ലൈറ്റായിട്ടൊരു പുളി, വളരെ ലൈറ്റായിട്ടൊരു പുളിയുണ്ട്, എന്നാൽ ആ മധുരമുണ്ട്. അതുപോലെ തന്നെ സീഡ് നമുക്ക് ഇടയ്ക്ക് കടിക്കാനായിട്ട് ഇങ്ങനെ കിട്ടും. അതൊരു സുഖമാണ് കഴിക്കാൻ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വയറുകാരെ വെയിറ്റ് ലോസ് വരെ കഴിക്കുന്നുണ്ട് ഇത്. ഒരെണ്ണം ഒരു 11 മണിയാകുമ്പോൾ ഒരു ഫ്രൂട്ട് കഴിച്ചാൽ മതി. ഇതിന് കാലറീസ് തീർത്തും കുറവാണ്, ഫാറ്റ് കണ്ടന്റ് കുറവാണ്. അപ്പം അങ്ങനെ കഴിച്ചാൽ മതി. പിന്നെ വയറ് നിറയായിട്ടൊരു പ്രതീതി പിന്നെ കഴിക്കുകയില്ല. ഇത് സ്കിന്നിൽ വെച്ചാൽ കളർ നിൽക്കും. ആൻറ്റി ഓക്സിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ എഫക്റ്റ് എന്തായാലും ഉണ്ടാവും. ബിനു, ഇനി അടുത്ത ബിനുവിൻ്റെ ചോയ്സ് ഏതാ വേണ്ടതെന്ന് പറഞ്ഞു. ഞാനല്ലേ ആളെ, ഞാൻ അമേരിക്കൻ ബ്യൂട്ടിയെ തന്നെ വിളിക്കും. അമേരിക്കൻ ബ്യൂട്ടി ഇത് കുറേ കൂടെ റെഡിഷ് കളറായിരിക്കും. ചൂട് റെഡ് ആണല്ലേ. ഈ സൈസിന് വ്യത്യാസം എന്ന് പറയുന്നത് അത് നോക്കാത്തതുകൊണ്ടാണ്. പോളിനേഷൻ ഒക്കെ ചെയ്ത് കൃത്യമായിട്ട് കൊടുക്കാമെങ്കിൽ നല്ല വെയിറ്റ് കിട്ടും. പിന്നെ ഇത് അത്ര ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല. മറ്റേത് തോന്നിയിട്ടില്ല. നിങ്ങളിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഏറെക്കുറെ എല്ലാം ഒരേ ലൈറ്റ്ലി ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണ്. വലിയ ടേസ്റ്റ് വ്യത്യാസം പറയാനില്ല. പക്ഷെ ഇവർ സ്ഥിരം കഴിക്കുന്നുണ്ട്, ഇവർക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും. നമ്മൾ വല്ലപ്പോഴും ഷേപ്പും ഇതും ഉണ്ടാവും, ചെറുതായിട്ടൊരു ടേസ്റ്റ് വ്യത്യാസം, അത്രേ ഉള്ളൂ. നമുക്ക് ഇനി ഒരു വൈറ്റ് എടുക്കാം. ഇതിൻ്റെ ഫ്ലഷ് അകത്ത് വെളുത്തിരിക്കും, ഇത് പുറമേ റെഡ് കളറായിരിക്കും. ഇത് തമ്മിൽ കണ്ടാൽ വലിയ വ്യത്യാസമില്ല അല്ലേ? വ്യത്യാസം ഇതിൻ്റെ ചെകിളകൾ കണ്ടാൽ അറിയാം. ഇത് ഒടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കളറില്ല. മറ്റേ ഒടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റെഡിഷ് കളർ ഉണ്ടാവും. അതാണ്ട് നമുക്ക് കടയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇതുണ്ട്, ഇവിടെ കളറില്ല. അത് ഇതിന് റെഡിഷ് കളർ. നിങ്ങൾക്ക് കടയിൽ നിന്ന് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള കാര്യം ഇതാണ്. ജസ്റ്റ് ഇത് കളർലെസ് ആയിരിക്കും, മറ്റേത് കളർ ഉണ്ടാവും. കടയിൽ നിന്ന് ആൾക്കാർ ഇത് ഫ്ലഷ് വൈറ്റ് ആണ്. ആദ്യകാലങ്ങളിൽ കേരളത്തിൽ ഓടിയിരുന്ന ഇതാണ്. വിയറ്റ്നാം, തായ്ലൻഡ് അവിടെ കൂടുതൽ കൃഷിയും വൈറ്റ് ഫ്ലഷ് ഭാഗത്ത് വരുന്നതാണ്. ഷേക്ക് അടിക്കാനൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലേ? ഇത് വിളഞ്ഞാലേ നല്ലതാണ് ആണല്ലേ? നല്ലപോലെ പാകമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന ദോഷമൊന്നുമില്ല. പക്ഷേ ഇവർ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ പച്ചക്കായ കൊണ്ടുവന്നത്. ഇതും വൈറ്റ് തന്നെയാണോ കളർ? ഇത് അകം പിന്നെ ഫ്ലഷ് വൈറ്റ് ആണ്, പുറമേക്ക് യെല്ലോ കളർ വരുന്നു. ഇതാണ് ഇസ്രയേലി യെല്ലോ ആണെന്ന് പറയുന്നത്. ഇത് വളരെ വലിപ്പം ഉണ്ടാകുന്ന ഒരു പിന്നെ ഫ്രൂട്ടാണ്, വെറൈറ്റിയാണ്. ഇതിപ്പം മഴക്കാലം ആയതുകൊണ്ടാണ് ഇത്രയും ചെറുതായിട്ട് ഇരിക്കുന്നത്. ഇത് വളരെ വലിപ്പത്തിലുണ്ടാകുന്ന 800 ഗ്രാം ആവറേജ് ഫ്രൂട്ട് കിട്ടുന്നു. കട്ടിയിട്ട് പക്ഷേ അതിൻ്റെ സീഡിങ്ങിനും അതിനകത്തൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് വീണ്ടും റെഡ് ആണല്ലേ? നമ്മൾ എടുത്താണോ ഇത്? മുമ്പ് മുറിച്ചാണോ ഇത്? ഇല്ല, മുറിച്ചല്ല. ഇതുകൂടെ ഒന്ന് മുറിച്ചേക്കുമോ? ഇത് ഒറിജിന എന്ന് പറയുന്നതിൻ്റെ സൗണ്ട്. ഇത് റൗണ്ട് ആയിരിക്കും, ബോൾ പോലെ. മറ്റേ നമ്മുടെ കുറേ ഓവൽ ഷേപ്പിലാണ്. ഇതുണ്ട് ബോൾ പോലെ റൗണ്ടാണ്. ഇത് അകം റെഡ് കളർ. ഈ കളറിൽ തമ്മിലും വ്യത്യാസം ചെറുതായിട്ടുണ്ടല്ലേ? അത് ഇച്ചിയുടെ പർപ്പിളിഷ് കളറാണ്, ഇത് ഇച്ചിയുടെ റെഡിഷ്. ഇവിടെ കുറേ കൂടെ പർപ്പിളാണ്. അതെ, ഇത് റെഡാണ് കുറേ കൂടെ കൂടുതലായിട്ട് റെഡാണ്. ഇവിടെ വന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ. അതെ, അത് സാർ ആദ്യം കഴിക്കുക. ഈ സാധനം ഉണ്ടല്ലോ, ജോസഫ് സാർ പോലും കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടുണ്ട്. അല്ല, ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഉണ്ടോ? ഒന്ന് കഴിച്ചു. കൂടുതലായിട്ട് തരത്തില്ല അവര് പണിക്കാർ ടേസ്റ്റ് കൂടുതലുണ്ടെന്ന് പറഞ്ഞു. എനിക്കത്ര തോന്നിയില്ല, പക്ഷെ നോക്കട്ടെ. എങ്ങനെയുണ്ട്? വെള്ളം കൂടുതലുണ്ട്, ജലാംശം, പുളിയുണ്ട്, പഴുത്തില്ലത്. പുളി ഇച്ചിരി കൂടുതലാണ്. നല്ല പഴുക്കും, നല്ല മധുരം, ടേസ്റ്റ് നല്ലതായിട്ട് പഴുത്ത്. അമ്മമാർക്ക് അത് ഇഷ്ടം, വലിയ ഇഷ്ടം. എനിക്ക് പക്ഷേ നമ്മുടെ എനിക്കും അത് തന്നെയാണ്. നമ്മൾ അതുകൊണ്ട് ആദ്യം മുതൽ കഴിച്ചുകൊണ്ടാണ് അതിൻ്റെ ആ ടേസ്റ്റ് പിടിക്കുന്നത്. മറ്റൊക്കെ ഞാൻ ടേസ്റ്റ് ചെയ്ത് വെച്ചാൽ അന്നേരം എടുത്ത് കളയും. എനിക്കതിനോട് വലിയ താല്പര്യമാണ്. ഒരു 3 എണ്ണം കഴിക്കും ഒരു ദിവസം. ഇപ്പം ചെന്ന് കാപ്പി കുടിക്കുമ്പോൾ ഉച്ചയ്ക്ക് ഇടണം, വൈകിട്ടിടണം. രാവിലെ നല്ല ഫ്രഷാണ്. നല്ല ഒരു മാർക്കറ്റ് ഫൈബർ ആണല്ലേ? അങ്ങനെ ഒരു ഡിഫറൻസ്, ഒരു കോൺട്രാസ്റ്റ് പോലെ നിൽക്കുന്നുണ്ട്.
പക്ഷേ ടേസ്റ്റ് എനിക്ക് നമ്മുടെ തന്നെ ഇഷ്ടം. അതാണ് ഞാനും ഇത് നല്ല വ്യത്യാസമുണ്ട്. ഒരിക്കലേ ഞാൻ ഇത് കഴിച്ചുള്ളൂ. ഇത് പിന്നെ ആർക്കും വേണ്ട, വൈറ്റ് അതിങ്ങനെ അവിടെ കൊണ്ട് തള്ളിയിട്ടേക്കും. പണിക്കാർക്കും വേണ്ട, അമ്മമാർക്ക് ഇതാ ഇഷ്ടപ്പെട്ട്. ഇതോ നോക്കാം. ഇതിന് ഇച്ചിരി കൂടെ പുളിയുണ്ട് എൻ്റെ അനുഭവത്തിൽ. ആണല്ലേ? നിങ്ങൾ നോക്കി. ഇതുകൂടെ കഴിച്ച് നമ്മുടെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോ ഉണ്ടാവും. ഡ്രാഗൺ ഫ്രൂട്ട്സിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ജോസഫ് സാറിന് അറിയാം കൂടുതലായിട്ട്. ഞാനിത് വീഡിയോ ചെയ്യാനായിട്ട് ഒരു വീഡിയോയ്ക്കുള്ള കണ്ടൻറ്റേ ഉള്ളൂ. നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിലോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ തൈ നമ്മൾ കൊടുക്കുന്നുണ്ട്, തൈയുണ്ട്. തൈ വേണമെന്നുണ്ടെങ്കിലോ കൃഷി ചെയ്യുന്ന രീതികളെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിലോ ഒക്കെ ജോസഫ് സാറിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ ഞാൻ തരാം. അതേപോലെ തന്നെ ജാം ഇവിടെ ഉണ്ട്, സിറപ്പുണ്ട് അല്ലേ? സിറപ്പുണ്ട്, ജാമുണ്ട്. സാറ് കുറച്ചുകൂടി ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. കാരണം ഇപ്പം ഒരു സമയത്ത് ഇതിൻ്റെ ഡിമാൻഡ് ആൾക്കാർ ഡയറക്റ്റ് കൺസ്യൂം ചെയ്യുന്നത് ഇത് ഉണ്ടായി കഴിഞ്ഞിട്ട് ഇത് അധികം നാൾ വെക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ബൈ പ്രോഡക്ട്സ് ആയിട്ട് സാറ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കുറച്ച് ഏകദേശം 2-3 മാസത്തിനുള്ളിൽ എല്ലാം സെറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുകൂടെ കഴിച്ച് നമ്മൾ വീഡിയോ നിർത്തുന്നു. അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ട് നമുക്കൊന്ന് വെച്ചാൽ പോകാം. തൽക്കാലത്തേക്കിന് ബൈ.